9ാം ക്ലാസ് മാത്സ് 7ാമത്തെ ചാപ്റ്റർ സിമിലർ ട്രയാങ്കിൾസ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും സിമിലർ ട്രയാങ്കിൾസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ടെക്സ്റ്റിലുള്ള ആക്ടിവിറ്റീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് സിമിലർ ട്രയാങ്കിൾസ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് ശരിക്കും ക്ലിയർ ആവില്ലേ? അതിന് നമുക്ക് രണ്ട് സിമിലർ ട്രയാങ്കിൾസിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിമിലർ ട്രയാങ്കിൾസിന്റെ ഒരു പ്രത്യേകത അവയുടെ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് സ്കെയിൽ ചെയ്യുന്നത് ഈക്വൽ മെഷർമെന്റിലായിരിക്കും. ഈക്വൽ റേഷ്യോയിലാണ് അവയുടെ ഈക്വൽ ആയ ആംഗിൾസിന്റെ സൈഡുകൾ മെഷർ ചെയ്യുന്നത് എന്നർത്ഥം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സാമ്പിൾ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ നോക്കിയപ്പോ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ അതിന് സിമിലറായ ഒരു ട്രയാങ്കിൾ ആണ് PQR എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് വ്യക്തമാകേണ്ടത്. ആംഗിൾ A നോക്കുക. ആംഗിൾ Aയുടെ എതിർവശം BC ആണ്. അപ്പോ ആംഗിൾ A അതിന്റെ എതിർവശം ഏതാണ്? BC ആണ്. ഓക്കെ, ആംഗിൾ Aയുടെ എതിർവശം BC. അത് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. ഇനി ആംഗിൾ P ആണ് ആംഗിൾ Aയുടെ തുല്യമായ കോണുള്ളത്. അതിന്റെ എതിർവശം നോക്കിക്കഴിഞ്ഞാൽ QR ആണ് ആംഗിൾ Aക്ക് തുല്യമായ വശം എന്ന് പറയുന്നത് ആംഗിൾ P ആണ്. ആംഗിൾ Pയുടെ എതിർവശം QR ആണ്. QRന്റെ മെഷർമെന്റ് 5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഈ വേറൊരു ആംഗിൾ കൺസിഡർ ചെയ്യാം. ആംഗിൾ B നോക്കിയാലോ? ആംഗിൾ B ആംഗിൾ Bയുടെ എതിർവശം AC ആണ്. ACയുടെ നീളം 6 സെന്റിമീറ്റർ ആണ്. ഇനി ആംഗിൾ Bക്ക് തുല്യമായ വശം ആംഗിൾ Q ആണ്. ആംഗിൾ Qന്റെ നീളം ആംഗിൾ Qന്റെ എതിർവശം PR ആണ്. PRന്റെ നീളം 3 സെന്റിമീറ്റർ ആണ്. ഇനി ഒരു കോണും കൂടി ബാക്കിയുണ്ട്, അതാണ് ആംഗിൾ C. ആംഗിൾ C എന്റെ എതിർവശം AB ആണ്. ABയുടെ നീളം 8 സെന്റിമീറ്റർ ആണ്. ആംഗിൾ Cക്ക് തുല്യമായ കോൺ ഇവിടെ ആംഗിൾ R ആണ്. ആംഗിൾ Rന്റെ എതിർവശം PQ ആണ്. PQയുടെ നീളം എത്രയാണ്? PQയുടെ നീളം 4 സെന്റിമീറ്റർ ആണ്. 4 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമ്മള് എപ്പോഴും ഇങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ഈ ആംഗിൾ എവിടെയാണോ അതിന്റെ അതേ സൈഡിലുള്ള ആംഗിൾ തന്നെ ആയിരിക്കണം എന്നില്ല. തുല്യ കോണുകൾ തുല്യമാണ് എന്ന് എപ്പോഴും നമുക്ക് അറിയാതറിയോ? അവയുടെ സൈഡുകൾ നോക്കിയിട്ടാണ്. ഏതൊക്കെ സൈഡുകൾ തമ്മിലാണ് ഈക്വൽ റേഷ്യോയിൽ ഒരേ അനുപാതത്തിൽ കൂടുന്നത് അല്ലെങ്കിൽ കുറയുന്നത് അത് നോക്കിയിട്ടാണ് നമ്മൾ ഈക്വൽ ആംഗിളുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുന്നത്. അപ്പൊ നമുക്ക് ഇവയുടെ റേഷ്യോ ഒരേപോലെയാണോ നോക്കി നോക്കാം. അപ്പോൾ ആംഗിൾ A ഈസ് ടു ആംഗിൾ P ഇവയുടെ സൈഡുകൾ ഒരേ റേഷ്യോയിലാണെങ്കിൽ അത് നോക്കാം നമുക്ക്. ഇതിന്റെ തുല്യം അതാണ് BC ഈസ് ടു QR. എത്രയാണ്? 10:5. ഓക്കെ, അടുത്തത് ആംഗിൾ B. ആംഗിൾ B അതിന്റെ കറസ്പോണ്ടിങ് ആയ ആംഗിൾ ആണ് ആംഗിൾ Q. അതിന്റെ സൈഡ്സ് ഈക്വൽ റേഷ്യോയിലാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? AC ഈസ് ടു PR. അത് എത്രയാണ്? 6:3. അടുത്തത് ആംഗിൾ C ഏതിന് തുല്യാണ്? ആംഗിൾ Rന് തുല്യമാണ്. അവിടെ സൈഡ്സ് PQ. അത് എത്രയ്ക്ക് വരുന്നത്? 8:4. ഓക്കെ, QR സമം 10/5. ഇങ്ങനെ എഴുതാം. റേഷ്യോ ആക്കിയിട്ട് നമുക്ക് എന്ത് എഴുതാം? റേഷ്യോയെ നമുക്ക് ഫ്രാക്ഷൻ ആക്കിയിട്ട് ഭിന്നസംഖ്യ രൂപത്തിൽ നമുക്ക് ഇവയെ എഴുതാം. അതേപോലെ ആംഗിൾ B ഏതിന് തുല്യമായിരിക്കും? ആംഗിൾ Q. അതായത് അവയുടെ സൈഡ്സ് ആൾസോ വിൽ ബി സ്കെയിൽ.
in the same ratio. AC divided by PR equal to R/3. Angle C ആണ് അടുത്തത്. അതിന് കറസ്പോണ്ടിങ് ആയ ആംഗിൾ R equal to AB divided by PQ സമം 8 divided by 4. നിനക്ക് നമുക്ക് ചെറുതാക്കി കഴിഞ്ഞാൽ ഇതിന്റെ റേഷ്യോ ഒരേ അനുപാതത്തിലാണ് എന്ന് കാണും. ഇതിൽ നിന്നുമാണ് നമ്മൾ ഒന്നാമത്തെ നിയമം ഉണ്ടാക്കുന്നത്. ഈ ടു ട്രയാങ്കിൾസ് ആർ സിമിലർ, രണ്ട് ത്രികോണങ്ങൾ സിമിലർ ആണെങ്കിൽ, രണ്ട് ത്രികോണങ്ങൾ സദൃശ ത്രികോണങ്ങളാണെങ്കിൽ their sides opposite to equal angles will be scaled in the same ratio. ചിലപ്പോൾ 2:2:2 ആയിരിക്കും. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ 1:1:1 ആവും. അല്ലെങ്കിൽ ചിലപ്പോൾ 3:3:3 ആവാം. അപ്പൊ എന്തായാലും സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ റേഷ്യോയിലായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. ദ സൈഡ്സ് ഓഫ് ഈക്വൽ ആംഗിൾസ് വിൽ ബി scaled. ഈ triangles with the same angles, sides opposite to equal angles are scaled by same factor. നമുക്ക് ഏതെങ്കിലും രണ്ട് സിമിലർ ട്രയാങ്കിളുകളിൽ ഒരു ട്രയാങ്കിളിന്റെ എല്ലാ മെഷർമെന്റും മറ്റൊരു ട്രയാങ്കിളിന്റെ ഒരു മെഷർമെന്റും തന്നാൽ ബാക്കിയുള്ളതെല്ലാം കണ്ടുപിടിക്കാൻ കഴിയും. ഇനി ഇതിൽ നിന്നുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം. ഇത് കോണുകളും വശങ്ങളും ആംഗിൾസ് ആൻഡ് സൈഡ്സ് എന്നുള്ളതിൽ ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസിൽ പേജ് നമ്പർ 100, 101, 102 ഇവയിൽ നിന്നുള്ള ആക്ടിവിറ്റീസിൽ ഏതാനും ചില ആക്ടിവിറ്റീസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കിയാലോ. ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സ്ക്വയർ കോർണർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. ഇതാണ് ഒരു റൈറ്റ് ട്രയാങ്കിൾ. അതിന്റെ സ്ക്വയർ കോർണർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ഉള്ള മൂല. അവിടെ നിന്നുള്ള ഒരു പെർപെൻഡിക്കുലർ എന്ത് ചെയ്തു എന്നാ പറയുന്നത്. പെർപെൻഡിക്കുലർ cuts the opposite side into two parts of 2 and 3 centimeters length. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് പാർട്ട് ഇതല്ലേ, ഇതിനെ 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ എന്നിങ്ങനെയുള്ള മെഷർമെന്റിൽ മുറിച്ചു. എന്നിട്ട് നമ്മളോടുള്ള ചോദ്യം ഫസ്റ്റ്, ഇതിൽ 4 ഉപചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ ടു സ്മാൾ റൈറ്റ് ട്രയാങ്കിൾസ് കട്ട് ബൈ ദ പെർപെൻഡിക്കുലർ ഹാവ് ദ സെയിം ആംഗിൾസ്. ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള, ഇപ്പൊ കട്ട് ചെയ്തപ്പോ എന്താണ്, ഈ വലിയ ട്രയാങ്കിൾ, അപ്പൊ അതിന് നമ്മൾ പേര് കൊടുക്കുകയാണ് ABCD എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഈ വലിയ ട്രയാങ്കിൾ ABCയുടെ ഈ 90 ഡിഗ്രി കോണിൽ അവിടെ നിന്നും നമ്മൾ വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ വലിയ ട്രയാങ്കിളിനെ 2 ചെറിയ ട്രയാങ്കിളുകളായിട്ട് വിഭജിച്ചു എങ്കിൽ ഈ 2 ട്രയാങ്കിളുകൾ, ഇത് D ആണെങ്കിൽ ട്രയാങ്കിൾ ABDയും ട്രയാങ്കിൾ CDBക്കും ഒരേ കോണുകളാണ് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് തെളിയിക്കേണ്ടത്. നമുക്ക് അറിയാം, ഇതില് ഈ കോൺ 90 ഡിഗ്രി, ഈ കോൺ 90 ഡിഗ്രി ആയിരിക്കും. ഈ കോൺ എത്രയും നമുക്കറിയില്ല, ഈ കോൺ എത്രയും അറിയില്ല. ഇത് 90 ഡിഗ്രി ആയിരുന്നു മുമ്പേ, അതിപ്പോ എന്താക്കി മാറി, അത് ഒരു പെർപെൻഡിക്കുലർ വന്നിട്ട് ആ 90നെ 2 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തു. അപ്പൊ ഇത് 90 ആണ്. ഇനി ഇത് രണ്ടും അറിയില്ല. അപ്പൊ ഈ കോണ് X ഡിഗ്രി ആയിട്ട് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഇത് 90 ഡിഗ്രി, ഈ ആംഗിൾ X ഡിഗ്രി ആണെങ്കിൽ ബാക്കിയുള്ളതല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ. അതായത് ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ കൂടി കൂട്ടിയ 180 ഡിഗ്രി. അതിൽ നിന്നും ഈ കോൺ എത്രയെന്ന് കാണാൻ എഴുതിയാൽ മതി. ഈ 90 ഡിഗ്രി, അതേപോലെ X ഡിഗ്രി, ഇത് എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? ഇപ്പൊ 180 മൈനസ് 90 മൈനസ് X അല്ലേ. അപ്പോ അതായത് 180 90 പോയാൽ 90 മൈനസ് X ആയിരിക്കും എന്ത്, ഈ ഭാഗത്തുള്ള കോൺ. അപ്പൊ ഒരു കോൺ നമുക്ക് കിട്ടി X ഡിഗ്രി, അതിന്റെ അപ്പുറത്ത് ഈ കോൺ എത്രയായിരിക്കും, 90 മൈനസ് X ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ 3 കോണുകൾ നമുക്ക് കിട്ടിയില്ലേ.
ഒരു കോൺ 90 ഡിഗ്രി. ഈ കോൺ എത്രയാണ് നമുക്കറിയില്ല, അപ്പൊ നമ്മൾ x ഡിഗ്രി എന്ന് കൊടുത്തു. x ഡിഗ്രി ആണെങ്കിൽ ബാക്കിയുള്ള ഇവിടെയുള്ള കോണ് എന്ന് പറയുന്നത് 3 ആംഗിളുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി. അതിൽ നിന്നും നമുക്ക് അറിയുന്ന ഈ 2 ആംഗിളുകൾ നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് മൈനസ് ചെയ്തു. അങ്ങനെ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 90 മൈനസ് എക്സ് ആയിരിക്കും. ഏത് ഈ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി ഇതേമാതിരി നമുക്ക് ഈ കോണയും ഇങ്ങനെ തന്നെ ആംഗിളുകൾ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ 2 ത്രികോണങ്ങളുടെയും ആംഗിളുകൾ തുല്യമാണ് എന്ന് നമുക്ക് പറയാം. അതാണ് നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇതേമാതിരി തന്നെ ഇത് 90 ഡിഗ്രിയാണ്. അപ്പോ ഇതെന്തായാലും തുല്യമാവില്ലല്ലോ, അത് ഉറപ്പല്ലേ. ആകെ 90 ഡിഗ്രിയാണ്. അതിനെ ഈ 2:3 എന്നുള്ള റേഷ്യോയിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് 90 മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? ഇവിടെ നമുക്ക് എക്സ് ഡിഗ്രി എന്ന് കൊടുക്കുകയാണെങ്കിൽ അപ്പൊ ബാക്കിയുള്ള ഈ ആംഗിൾ സി എത്രയായിരിക്കും? ഈ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ആംഗിൾ സി സമം എത്രയായിരിക്കും? ആംഗിൾ സി സമം 180 മൈനസ് 90 മൈനസ് 90 പ്ലസ് എക്സ്. പിന്നെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 180 മൈനസ് 90 മൈനസ് എക്സ്. ആദ്യം ചെയ്ത അതേപോലെ തന്നെ ഇവിടെ എത്ര കിട്ടും? 90 മൈനസ് എക്സ് ആയിരിക്കും ഈ കോണ്. അതായത് 3 കോണുകളും ട്രയാങ്കിൾ എ ഡി ബിയുടെ 3 ആംഗിളുകളും ഏതിന് തുല്യമാണ്? ട്രയാങ്കിൾ സി ബി ഡിയുടെ 3 കോണുകൾക്ക് തുല്യമാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും. ഇപ്പൊ അവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യത്തിൽ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ടേക്കിംഗ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ആസ് എത്രയാണ്? ടേക്കിംഗ് ദ ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ ആസ് h, പ്രൂവ് ദാറ്റ് h/2 സമം 3/h എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഈ പെർപെൻഡിക്കുലർ സൈഡ് നമ്മൾ h ആയി എടുക്കുകയാണെങ്കിൽ h/2 എന്തിന് തുല്യമാണെന്ന് തെളിയിക്കണം. നമുക്ക് 3/h തുല്യമായിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇവിടെ സിമിലർ ട്രയാങ്കിൾസിൽ നമ്മൾ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആംഗിൾസ് ആൻഡ് സൈഡ്സ് ആണ്. ആംഗിൾസ് തുല്യമാണെന്ന് നമ്മൾ തെളിയിച്ചു. അങ്ങനെ ആംഗിൾസ് തുല്യമാണെങ്കിൽ തുല്യമായ കോണുകളുടെ എതിർവശങ്ങൾ ഒരേ റേഷ്യോയിലായിരിക്കും. അതാണ് നമ്മളിവിടെ ഈ ചോദ്യത്തിലൂടെ തെളിയിക്കാൻ പോകുന്നത്. അപ്പൊ തുല്യമായ ആംഗിളുകളുടെ എതിർവശങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ സൈഡ് നോക്കാം. ആംഗിൾ എക്സിന്റെ എതിർവശം ഏതാണ്? ഡി സി. അതെത്രയാണ്? 3 സെന്റിമീറ്റർ. ആംഗിൾ എക്സിന്റെ തുല്യമായ ഇപ്പുറത്തുള്ള കോൺ ഏതാണ്? ആംഗിൾ എ ബി ഡി. ആംഗിൾ എക്സ് ഇതല്ലേ? ആ ആംഗിൾ എക്സിന്റെ തുല്യമായ അതിന്റെ എതിർക്കോൺ എത്രയാണ്? ബി ഡി. അതെത്രയാണ്? എച്ച് ആണ്. അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഇപ്പത്തെ സൈഡ് നോക്കി. ആംഗിൾ സി നോക്കുക. ആംഗിൾ സി സമം ആംഗിൾ സി ഇതിന്റെ എതിർവശം എന്ന് പറയുന്നത് ബി ഡി ആണ്. ബി ഡി ആണ്. അതെത്ര? എച്ച് ആണ്. പിന്നെ അതേപോലെ നമ്മൾ നോക്കുന്നത് ഈ ആംഗിൾ ബി അതിന്റെ എതിർവശം ആംഗിൾ ബി ആംഗിൾ എ ബി ഡിയുടെ എതിർവശം എ ഡി ആണ്. അതെത്രയാണ്? 2 ആണ്. ഈ സൈഡുകൾ മതി നമുക്ക്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോയുടെ രൂപത്തിൽ എഴുതി നോക്കാം. ആംഗിൾ എക്സ് ഒരേ റേഷ്യോയിലായിരിക്കും. അതായത് ഡി സി ഈസ് ടു ബി ഡി. എത്രയ്ക്കാണ്? 3:h. അടുത്ത നമ്മൾ നോക്കുന്നത് ആംഗിൾ സി നോക്കാം. ആംഗിൾ സി എന്തിന് തുല്യാണ്? ആംഗിൾ എ ബി ഡി ആണ് കേട്ടോ. ആംഗിൾ എ ബി ഡി ആണ് ആംഗിൾ ബി എന്ന് എഴുതിയിട്ടുള്ളത്. ആംഗിൾ എ ബി ഡി എന്ന് കൊടുക്കാം. അപ്പൊ ബി ഡി ഇവിടെ എഴുതിയിട്ടുള്ളതാണ്. ഈസ് ടു എ ഡി സമം എത്ര വരിക? h/2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി സി ബൈ ഇതിനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കി എഴുതാം.
ബി ഡി സമം എന്ത് എഴുതാം? ഡി സി ബൈ ബി ഡി സമം ആംഗിൾ എ ബി ഡി. ഈ എ ഡി ആംഗിൾ സി, ആംഗിൾ സിയുടെ എതിർവശം ബി ഡി. അപ്പോ ഇവിടെ ബി ഡി ഡിവൈഡഡ് ബൈ എ ഡി ഇങ്ങനെ എഴുതിക്കൂടെ? ഇവിടെ റേഷ്യോ ആയിരുന്നു, അത് നമ്മൾ ഇവിടെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതിയെന്ന് മാത്രം. ഇനി ഇവയുടെ വിലകളൊക്കെ കൊടുത്താലോ? ഡി സി എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ ആണ്. ഡി സി കണ്ടില്ലേ, 3 സെന്റിമീറ്റർ ആണ്. ബി ഡി എന്ന് പറഞ്ഞാൽ എച്ച് ആണ്. സമം ഇവിടെ ബി ഡി എച്ച് ആണല്ലോ, എ ഡി എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര ആയിരിക്കും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാന് ഇങ്ങനെ വരിക 3 × 2. അല്ല, ഇത്ര ചെയ്താൽ പോയത് എന്താ? നമ്മളോട് തെളിയിക്കാൻ പറ്റുന്നത് എന്താണ്? h/2 സമം 3/h. കണ്ടില്ലേ, 3/h സമം h/2. തിരിച്ചിട്ടാൽ എന്തായി? h/2 സമം 3/h. അതായത് ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ സ്കെയിൽഡ് ഇൻ ദ സെയിം റേഷ്യോ. അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. ഇനി ഇതിലുള്ള മൂന്നാമത്തെ ഉപചോദ്യം നമ്മളോട് പറയുന്നത് വലിയ ട്രയാങ്കിൾ എ ബി സിയുടെ പെർപെൻഡിക്കുലർ സൈഡുകളുടെ നീളം നമ്മൾ കാണണം. അതിന് നമുക്ക് ഈ ഹൈറ്റ് അറിയാം ഇപ്പോൾ, അല്ലെ? അല്ലെങ്കിൽ ആ ഹൈറ്റ് നമുക്ക് തൊട്ട് മുമ്പ് ചെയ്ത നമ്മളെ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് ആ ഹൈറ്റ് കണ്ടെത്താം. അതായത് നമ്മൾ 2/h സമം h/3 എന്ന് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? അപ്പൊ ആദ്യം നമ്മളിതിൽ എന്തൊക്കെയാ ചെയ്തത് എന്നുള്ളത് ഒന്നുകൂടി നോക്കുക. നമ്മൾ ആദ്യം ഒരു വലിയ ട്രയാങ്കിളിനെ എന്ത് ചെയ്തു? ഇതൊരു മട്ടത്രികോണായിരുന്നു, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരുന്നു. അതിന്റെ 90 ഡിഗ്രി വശത്തുകൊണ്ട് നമ്മൾ ഒരു ലംബം വരച്ചു, പെർപെൻഡിക്കുലർ വരച്ചിട്ട് അതിന്റെ 90 ഡിഗ്രിയുടെ എതിർവശത്തെ എന്ത് ചെയ്തു? 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ എന്നുള്ള രീതിയിൽ എ സിയെ കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്തപ്പോ നമുക്ക് 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടി. ഈ 2 ട്രയാങ്കിളുകളുടെയും കോണുകൾ തുല്യമാണ് എന്ന് നമ്മൾ തെളിയിച്ചു. രണ്ടാമത് നമ്മൾ എന്താ ചെയ്തത്? ഈ തുല്യ കോണുകളുടെ എതിർവശങ്ങൾ ഇതാ, ഈ കോണ് 90 - x, ഈ കോണ് 90 - x. ഈ കോണിന്റെ എതിർവശം h, ഈ കോണിന്റെ എതിർവശം 2, അല്ലെ? ഇവ തമ്മിൽ ഈക്വൽ ആണ്. 2/h h/3 തുല്യമാണ്. ഈ കോണിന് തുല്യമായ കോണ് ഇത്. ഈ കോണിന്റെ എതിർവശം h, ഈ കോണിന്റെ എതിർവശം 3. അപ്പൊ ഈ 2/h h/3 തുല്യമാണ്. ഇതാണ് 2 ചോദ്യങ്ങളിലായിട്ട് നമ്മൾ തെളിയിച്ചത്. ഇനി മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയ ട്രയാങ്കിളിന്റെ ഈ 2 സൈഡുകളുടെയും മെഷർമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ ഹൈറ്റ് കണ്ടു കഴിഞ്ഞാൽ പൈതഗോറസ് തിയറം അനുസരിച്ച് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം കാണാൻ എന്ത് ചെയ്താൽ മതി? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, പാർട്ട് സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ചെയ്താൽ നമുക്ക് അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണത്തിന്റെ നീളം കിട്ടും. അപ്പൊ നമ്മൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഹൈറ്റ് കാണണം. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 3s are 6 സമം h × h സ്ക്വയർ. h സ്ക്വയർ സമം 6. അങ്ങനെയാണെങ്കിൽ h എത്ര വരും? √6 വരും. ഓക്കെ, അപ്പൊ hന്റെ വില നമുക്ക് √6 എന്ന് കിട്ടി. ഇനി നമുക്ക് എ ബിയുടെ നീളം പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. എ ബി സ്ക്വയർ സമം എ ഡി. ഇതാണ് എ ഡി എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ കാണുന്നത് എ ഡി ബി എന്ന് പറഞ്ഞ ട്രയാങ്കിളിലെ എ ബിയുടെ നീളമാണ്. അപ്പൊ അതിന് എ ഡി സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ ഹൈറ്റ് സ്ക്വയർ അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. എ ഡി നമുക്കറിയാം 2 സെന്റിമീറ്റർ, അതിന്റെ സ്ക്വയർ പ്ലസ് ബി ഡി നമുക്കറിയാം √6 അതിന്റെ സ്ക്വയർ. ഓക്കെ, ഇപ്പൊ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. √6 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇടാം, രണ്ടും കൂടി ഇങ്ങനെ ഇടാം. ഓക്കെ, അപ്പൊ
ഇതെത്ര വരിക? 4+√36. അതായത് 4+36ന്റെ സ്ക്വയർ റൂട്ട് 6. അപ്പോ AB² നമുക്ക് 10 എന്ന് കിട്ടി. അതുകൊണ്ട് AB എത്രയായിരിക്കും? √10. ഓക്കെ, അപ്പൊ ഈ ലെങ്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അത് √10 ആണ്. അടുത്ത നമ്മൾ ചെയ്യുന്നത് BCയുടെ നീളം ഇതേപോലെ നമുക്ക് കാണാം. അപ്പൊ BCയുടെ നീളം എന്ത് ചെയ്യാം? BCയുടെ നീളം കാണാനും പൈതഗോറസ് സിദ്ധാന്ത പ്രകാരം തന്നെ BC² സമം ഇതാണ്. ഈ ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ട്രയാങ്കിൾ BDC കൺസിഡർ ചെയ്താൽ BC² സമം ഇതാണ് ബേസ് BC² പ്ലസ് ഹൈറ്റ് തന്നെയാണ് BD². BC² 3 സ്ക്വയർ ആണ്. ഇത് √6 ആണ് സ്ക്വയർ. അപ്പൊ എത്ര കിട്ടും? 3 × 3 9 പ്ലസ് √6 ആൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. എത്ര വരിക? 6 ആണ്. അപ്പൊ ഇത് എത്ര വരിക? BC² സമം 15. അങ്ങനെയാണെങ്കിൽ BC സമം √15. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു? ഈ വലിയ ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങളുടെയും അല്ലെങ്കിൽ ഹൈപ്പോട്ടേനസിന്റെയും സ്ക്വയർ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്ന് √10 ആണ്, മറ്റേത് √15 ആണ്. ഇനി ഇതിലുള്ള അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതിലുള്ള 4ാമത്തെ ഉപചോദ്യം കൂടി നോക്കാം. അപ്പൊ നമ്മള് പേജ് നമ്പർ 100ലുള്ള ഒന്നാമത്തെ ആക്ടിവിറ്റീസിലെ 1ാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. അതിൽ 1ാമത്തെ ചോദ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു, 2ാമത്തെ ചോദ്യം നമ്മൾ ചെയ്തു, 3ാമത്തെ ചെയ്തു. 4ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് പ്രൂവ് ദാറ്റ് ഇഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സ്ക്വയർ കോർണർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. അതായത് ഈ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ റൈറ്റ് കോർണർ ഇതാണ്. ഇവിടെ നിന്നുള്ള പെർപെൻഡിക്കുലർ ഈ ACA രണ്ട് AB എന്നിങ്ങനെ രണ്ട് ഈക്വൽ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതേപോലെ ഈ ലെങ്ത് H ആണ് എങ്കിൽ നമ്മൾ H² സമം AB ആണ് എന്ന് തെളിയിക്കണം. നമ്മൾ ആൾറെഡി അത് തെളിയിച്ചതാണ്. ഇനി അത് വീണ്ടും നമ്മൾ ഒന്നുകൂടി ഇവിടെ H എന്ന് വില കൊടുക്കുക. ഇത് A ആണ്, ഇത് B ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണത്? H² സമം AB ആണ് എന്ന് നമ്മൾ തെളിയിക്കും. ഓക്കെ, അപ്പോ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒരേപോലെയുള്ള ആംഗിളുകൾ രണ്ടെണ്ണം കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ 90 - x ഇതിന് തുല്യമായ ഈ ട്രയാങ്കിൾ ABDA 90 - x ഇതിന് തുല്യമായ കോൺ എന്ന് പറയുന്നത് 90 - x ആണ്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളുകളുടെയും എതിർവശങ്ങളെ നമുക്ക് എടുത്തു നോക്കാം. ആദ്യം 90, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് AD ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ ABD AD ആണ്. അത് എന്തിന് തുല്യാണെന്ന് പറയുന്നത്? ഈ ട്രയാങ്കിളിലെ 90 - x ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് BD ആണ്. അത് രണ്ടും ഒരേ ഈക്വൽ സ്കെയിലാണ് മെഷർ ചെയ്യുക. അത് എന്തിന് തുല്യമായിരിക്കും? പിന്നെയുള്ള രണ്ട് തുല്യ ട്രയാങ്കിളുകൾ നമുക്ക് ഈ എക്സും ഈ x ഡിഗ്രി കൺസിഡർ ചെയ്യാം. ഈ x ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് BDയും. അത് നമുക്ക് വലിയ ട്രയാങ്കിളുകൾ എടുക്കാം അല്ലെ. ഈ 90 - x ഇതിന്റെ എതിർവശം BD ആണ്, ഇതിന്റെ എതിർവശം BD. ഈ 90 - xന്റെ എതിർവശം AD. വലിയ ട്രയാങ്കിളുകൾ നമ്മൾ കൺസിഡർ ചെയ്യാണ് ആദ്യം. പിന്നെ അടുത്തത് ഈക്വൽ ട്രയാങ്കിൾ ഈ എക്സിന് തുല്യം ഇവിടെ ഈ x ആണ്, ആംഗിൾ A. അപ്പോ ഈ x ഡിഗ്രി DBC ആംഗിൾ DBXന്റെ ഓപ്പോസിറ്റ് സൈഡ് DC. അത് ഏതിന് തുല്യാണ്? ആംഗിൾ എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ് BD. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതിന്റെ മുമ്പ് ഇതിന്റെ വിലകൾ ഇട്ട് കൊടുത്താക്കാം. BD എന്ന് പറയുന്നത് എത്രയാണ്? H ആണ്. ഡിവൈഡഡ് ബൈ AD എന്ന് പറയുന്നത് A ആണ്. സമം DC എന്ന് പറയുന്നത് B ആണ്. BD എന്ന് പറയുന്നത് H ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. H × H² സമം A × B AB. കിട്ടിയില്ലേ? ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം.
വളരെ സിമ്പിൾ ആണ്. സിമിലർ ട്രയാങ്കിൾസിൽ ആദ്യം ആംഗിൾസ് ആൻഡ് സൈഡ്സ് എന്ന പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആകെയുള്ള ഒരു റൂള് എന്ന് പറയുന്നത് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ സ്കെയിൽഡ് ഇൻ ദ സെയിം മെഷർ. അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഈക്വലായ ആംഗിളുകൾ ഏതൊക്കെയാണ് അത് കൺസിഡർ ചെയ്യുക. അവയുടെ ഓപ്പോസിറ്റ് സൈഡുകൾ ഏതൊക്കെയാണ് നോക്കുക. ഇതിൽ രണ്ട് ഈക്വൽ ആംഗിൾ, ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇത്, ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇത്. ഇതിൽ മറ്റ് രണ്ട് ഈക്വൽ ആംഗിളുകൾ ഒന്നിത് ഒന്നിത്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇത്, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇത്. അപ്പൊ റേഷ്യോ എടുക്കുമ്പോൾ അതേമാതിരി ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഈ രണ്ട് ഈക്വൽ ആംഗിൾ, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എ ബി, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബി സി. പക്ഷേ ആദ്യം നമ്മൾ വലിയ ട്രയാങ്കിളിന്റെ സൈഡുകൾ എടുത്തിട്ട് ചെറിയ ട്രയാങ്കിളിന്റെ സൈഡുകൾ മെഷർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു.